ആന്റണി പെരുമ്പാവൂർ എന്താ പറഞ്ഞ് അവരെല്ലാം കഥയൊക്കെ തീരുമാനിച്ചിട്ട് എല്ലാം കണ്ടിട്ടാണെന്നുള്ളത് അല്ലേ? കഥ കണ്ടു വായിച്ചു. ഞാനൊരു എഴുത്തുകാരനാണ്. ഞാനത് കഴിഞ്ഞ് പലതും മാറ്റും. പടം കാണലാണ് മുഖ്യം. അപ്പം അത് വിട്ടേക്ക്. രണ്ടാമത് ചേച്ചി പറഞ്ഞു ഞാൻ ചേച്ചിയുടെ മോനെ ഒറ്റപ്പെടുത്തി, പടം നന്നല്ല എന്ന് പറഞ്ഞു എന്നാണ്. ഞാൻ എവിടെയാണ് പടം നന്നല്ല എന്ന് പറഞ്ഞിട്ടുള്ളത്? ഞാൻ പറഞ്ഞത് പടം ഇറങ്ങി വരുന്ന സമയത്ത് യെസ് ടെക്നിക്കലി ഇറ്റ്സ് എ ഫാന്റാസ്റ്റിക് ഫിലിം. ഇപ്പോഴും ഞാൻ അതിൽ തന്നെ നിൽക്കുന്നു. പിന്നെ രാജ്യദ്രോഹപരമായിട്ടുള്ള കാര്യങ്ങളുണ്ട് എന്നുള്ളത് ഞാൻ ഇപ്പോഴും പറയുന്നു, അപ്പോഴും പറയുന്നു. അന്ന് പറയില്ല. കാരണം ഒരു പടം കഴിഞ്ഞിട്ട് ഇറങ്ങി വരുന്ന സമയത്ത് നമ്മളെപ്പോലുള്ള ഒരാള് ആദ്യം ഇത് വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ നെഗറ്റിവിറ്റിയാണ്. അപ്പൊ ഞാനായിട്ടൊരു ഇനിഷ്യേറ്റീവ് എടുക്കേണ്ട, ഞാനായിട്ടൊരു സംഭവം ട്രിഗർ ചെയ്യണ്ട. പക്ഷെ ജനങ്ങൾ ഇളകിയപ്പം ഇപ്പോഴും ഞാൻ അതിനെക്കുറിച്ച് അധികം പറഞ്ഞിട്ടില്ല. മനസ്സിലായല്ലോ? ഞാൻ പറഞ്ഞിട്ടില്ല, ഇത്രയേ ഉള്ളൂ. പടം കണ്ടു ഇത്. പിന്നെ ഞാനെങ്ങനെ എവിടെയാണ് ഞാൻ പറഞ്ഞത് ചേച്ചിയുടെ പടം കൊള്ളൂല എന്നുള്ളത്? നിങ്ങൾ എവിടെയെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് പറ. ഓക്കെ, മോഹൻലാലിന്റെ പ്രീതി എനിക്ക് നേടേണ്ട ആവശ്യമില്ല മോനെ. 94 മാർച്ച് 13 തൊട്ടുള്ള ബന്ധമാണത്. പടം ചെയ്താലും ഇല്ലെങ്കിലും അത് അവിടെ നിൽക്കും. അത് മരിക്കുന്നവരെ അതുപോലെ തന്നെ നിൽക്കും. ലാലും വേണോ വേണ്ടെന്നുള്ളതില്ല. ലാല് മരിക്കുന്നവർക്ക് എനിക്കൊരു കടപ്പാടുണ്ട്. കാരണം എനിക്ക് കീർത്തിചക്ര എന്നുള്ള സിനിമ ചെയ്ത് എന്നെ മേജർ രവിയാക്കിയത് മോഹൻലാലാണ്. അതിന് ഈ ആന്റണി പെരുമ്പാവൂർ ആരും ഇത് പ്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. അത് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ആളാരാണ്? RB ചൗധരി സാറാണ്. അതിന് എനിക്ക് രണ്ടുപേരുടെ കടപ്പാടുള്ളൂ. അത് ഞാൻ എപ്പോഴും ചെയ്തിരിക്കും. സോ ഐ നോട്ട് ബോതർഡ് ഹൂ സേസ് വാട്ട്. ഇനി വഖഫിന്റെ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാം. നിങ്ങൾ എക്സ്ക്യൂസ് എങ്ങനെ ആ ഞാൻ എന്താ പറയുന്നറിയോ? ആ പടത്തിനകത്ത് പടം കണ്ടതിന് ശേഷം ഇറങ്ങിയ സമയത്ത് എനിക്ക് ടെൻഷനുണ്ട്. പക്ഷേ ഒരു പടം കണ്ട് ഇറങ്ങി വരുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും ഒരു പടത്തെക്കുറിച്ച് നെഗറ്റീവ് പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ അതിനകത്ത് ക്രൈസ്തവർക്ക് എഗൻസ്റ്റ് എന്നുള്ളതല്ല, സത്യാവസ്ഥകളെ മറച്ചു പിടിച്ചുകൊണ്ട് പലതും പകുതിക്ക് കൊണ്ടുവന്നിട്ട് ഒരു ഫ്രിക്ഷൻ ഉണ്ടാക്കിയതല്ലേ. അതിന്റെ എല്ലാം ഇന്നിപ്പോ ജനങ്ങളെ ഇളകിയിട്ട് സംസാരിക്കുന്നത്. അപ്പൊ അതിനകത്ത് പ്രശ്നം ഉണ്ടെന്നുള്ള ആ പ്രശ്നം തന്നെ ഞാൻ പറയാല്ല. പടം കൊള്ളൂല എന്നുള്ളത് ഞാൻ ഒരിക്കലും പറഞ്ഞില്ല. ചേച്ചി അതും വെച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ടിരുന്നു എന്റെ മോന്റെ പടം കൊള്ളൂല എന്ന് മേജർ റിവ്യൂ. എവിടെ പറഞ്ഞു? നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ എന്തെങ്കിലും കൂടെ പറയാ, ഏതെങ്കിലും പറയാ. ഇന്നും നിങ്ങൾക്ക് ആന്റണി പെരുമ്പാവൂരിന്റെ അടുത്ത് ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ടോ? പടം കണ്ടോ ഇല്ലേ എന്നുള്ളത്, പ്രിവ്യൂ ഉണ്ടായിരുന്നോ എന്നുള്ളത്? ഇല്ല. അപ്പൊ എന്നെ കുറ്റം പറയണ്ട. ഞാൻ മോഹൻലാലിനെ ആരെങ്കിലും ചളിവരിത്തേക്കാണെങ്കിൽ എനിക്ക് ആരെയും പെർമിഷൻ ഒന്നും വേണ്ട. അത് കഴിഞ്ഞ് മോഹൻലാലിന്റെ ഫാൻസ് എടുത്തിട്ട് പറഞ്ഞു മേജർ രവി ആരാണെന്നുള്ളത്. ഇതൊക്കെ ഞാനിപ്പോൾ പറയുന്നത് എന്താ വെച്ചാൽ ഞാൻ ഇതുവരെ പല കാര്യങ്ങളും ബിസിയായിരുന്നു. മേജർ രവി ആരാണെന്ന് വെച്ചാൽ മോഹൻലാലിന്റെ ചങ്കന്നെയാണ് പറയും. മോഹൻലാൽ വേണ്ടെങ്കിലും ഇല്ലെങ്കിലും ശരി, അത് ഞാൻ അങ്ങനെ തന്നെ നിൽക്കുകയും ചെയ്യും. പിന്നെ അതിന് താഴത്തെ ഒരു പരാമർശം കണ്ടിരുന്നു, ഞങ്ങൾ നന്നായി നടത്തുന്ന വിശ്വശാന്തി ഫൗണ്ടേഷനിലും ഇയാൾ മുന്നിൽ നിൽക്കുന്നത്. അപ്പൊ അതിന്റെ ഡ്രാഫ്റ്റ് എഴുതി കൊടുത്ത ആരാണെന്നുള്ളത് എനിക്കറിയാം. മോഹൻലാലിന്റെ കൂടെ നടക്കുന്ന ഒരുത്തനെ ഞങ്ങൾ വിശ്വശാന്തി ഫൗണ്ടേഷനിൽ കയറ്റിയിട്ടില്ല. ഇത് അവന്റെ ഡ്രാഫ്റ്റാണ്, അവന്റേന്ന് തന്നെ പറയുന്നു. ഓക്കെ, കുറച്ച് വയലന്റാണ്. അത് നിങ്ങൾ കണ്ടുപിടിച്ചു. ഇപ്പോഴും ഒരു സംശയം നിൽക്കുന്നത്, ആന്റണി പെരുമ്പാവൂർ പറയുന്നു ഞങ്ങൾ കഥ കണ്ടിട്ടുണ്ട്, പക്ഷെ പടം കണ്ടില്ല, പടം കണ്ട കാര്യത്തിൽ ഉറപ്പ് പറയുന്നില്ല. മേജർ പറയുന്നു ഇവര് പ്രിവ്യൂ കണ്ടിട്ടില്ല എന്നുള്ളത്. അതിലെന്താ മേജർ ഒരു ഉറപ്പ് പറയാം? ഒരു പ്രിവ്യൂ കണ്ടിട്ടില്ലെന്ന് അത് നിങ്ങൾ ആനയോട് ചോദിക്കൂ. പിന്നെന്തിന് നിങ്ങൾ എന്റെ ബാങ്കിട്ട് പറയും ഇത് എന്റെ പടമാണോ? ഞാൻ ഡയറക്ട് ചെയ്തിട്ടില്ല, എന്റെ പ്രൊഡ്യൂസർ അല്ല. അതില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ നുണയനാക്കിയിട്ട് ഇപ്പൊ പറഞ്ഞിട്ടുണ്ടല്ലോ. നിങ്ങൾ പ്രൂവ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞത് നുണയാണെന്നുള്ളത് പറ. മോനെ ഇല്ല, ഞാൻ പലതും കണ്ടു. പക്ഷെ ഞാൻ ഒന്നാമത് ഞാൻ പറയാം, ഈ ട്രോളും കാര്യങ്ങളൊന്നും ഞാൻ വായിക്കാറില്ല. എന്റെ ലൈവും കൊടുത്തിട്ട് ഞാനങ്ങ് പോകും. അതിന്റെ താഴത്ത് തെറി വിളിക്കുന്ന മുഴുവൻ ഒരു പർട്ടിക്കുലർ കാറ്റഗറിക്കാരാണെന്നുള്ളത് നമുക്കറിയാം. പക്ഷെ ഐ എം നോട്ട് ബോതർഡ് അബൌട്ട് ഇറ്റ്. മോനെ ബുള്ളറ്റുകളെ ഫേസ് ചെയ്തിട്ടില്ല, പിന്നെയാണ് നിങ്ങളുടെ സൈബർ അറ്റാക്ക്. ഒന്ന് പോവാൻ